വെൽക്കം ടു സെവൻ ലേണിംഗ്. ദിസ് ഈസ് ഡി ജെ മിസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് എക്സാമിന് അടുത്ത് വന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് മിസ് വന്നേക്കുന്നത്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കും നേടിത്തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ്എ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? അപ്പം ഏതൊക്കെയാണ് എസ്എ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഗവൺമെന്റ് സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. ദെൻ 5th ചാപ്റ്റർ ഓർഗനൈസിംഗും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അതുപോലെ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ എന്തായാലും ഏതൊക്കെയാണ് എസ്എ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ നാളെ പോകുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ വാട്ട് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ബൈ ടൈലർ. ഓക്കെ, ടൈലർ കൊണ്ടുവന്നിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് ഏതൊക്കെയെന്നാണ് ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ. അപ്പൊ ഈ 2 പേരുടെയും അതായത് 8 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 8 പ്രിൻസിപ്പിൾസ്, ഓക്കെ, ഹെൻറി ഫയോളിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ടൈലറിന്റെ ആയിക്കോട്ടെ, എന്ത് ചെയ്യണം, ഒരു 8 ടെക്നിക്സ് അല്ലെങ്കിൽ 8 പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇത് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ അധികം അല്ലെ ഹെൻറി ഫയോളിനൊക്കെ നമുക്ക് കുറെ അധികം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ഒരു 8 എണ്ണം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ടൈലറിന്റെ ടെക്നിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടൈലറിന്റെ ടെക്നിക്സ് ആണ്, അത് മാറിപ്പോലെ ടെക്നിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ടൈലർ ആണ്. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നടത്തിയിട്ടാണ് ഈ പറയുന്ന ടെക്നിക്സ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഓക്കെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനകത്ത് നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അതിന്റെ വർക്കിന്റെ ഇൻചാർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സ്പെഷ്യലൈസേഷൻ ഓഫ് സൂപ്പർവൈസറി വർക്ക്, അല്ലെ ആ വർക്ക് നോക്കാൻ വേണ്ടി. അപ്പൊ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ സെപ്പറേറ്റ് കാണുന്നുണ്ട്. അപ്പം അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ആ വർക്ക് നമ്മൾ അവിടെ ഏൽപ്പിക്കും. ഓക്കെ, സെക്കൻഡ് ടെക്നിക് എന്താ, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ, അൺനെസസറി ആയിട്ടുള്ള വെറൈറ്റീസ് അല്ലെങ്കിൽ പല വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അല്ല നമുക്ക് വേണ്ടത്. അൺനെസസറി ആയിട്ടുള്ള വെറൈറ്റീസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ള ടൂൾസും എക്വിപ്മെന്റ്സും മെത്തേഡും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെന്റ്സും ടൂൾസും മെത്തേഡ്സും ആയിരിക്കണം അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ വർക്ക്. അല്ലെ, ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പല വെറൈറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ആകും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡും ടൂൾസും എക്വിപ്മെന്റ്സും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ടെക്നിക്സ് എന്താ പറയുക, മെത്തേഡ് സ്റ്റഡി. ഓക്കെ, മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ടൈം കുറച്ച്, കോസ്റ്റ് കുറച്ച്, എഫോർട്ട് കുറച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വർക്ക് കംപ്ലീറ്റ് ആക്കണം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യാൻ സാധിക്കണം. മോഷൻ സ്റ്റഡിയിൽ എന്താ പറയുന്നത്, ഒരു ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് അവിടെ അവോയ്ഡ് ചെയ്യണം. അൺനെസസറി ആയിട്ടുള്ള മോഷൻസ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകരുത്. എലിമിനേറ്റ് ദ അൺനെസസറി മൂവ്മെന്റ്സ്. ഓക്കെ, എന്ത് ചെയ്യണം, അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് അവിടെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡിയിൽ എന്താ പറയുക, ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം വേണം എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ജോബ്. ആ ജോബ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ട ടൈം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ഫാറ്റിഗ് സ്റ്റഡി. എന്താണ് പറയുന്നത്, നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചെടുത്ത് നമ്മൾ ടയർഡ് ആകും. സോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അപ്പൊ അതുപോലെ തന്നെയാണ് വർക്കിന്റെ കാര്യത്തിലും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ ആരായാലും ടയർഡ് ആകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ദ റെസ്റ്റ് ഇന്റർവൽ. റെസ്റ്റ് ഇന്റർവൽസ് അവിടെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് പ്രൈസ് വേജ് സിസ്റ്റം. ഓക്കെ, പ്രൈസ് വേജ് സിസ്റ്റം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് എന്ത് ചെയ്യണം, എല്ലാ വർക്കേഴ്സിനും ഒരേപോലെ ആവരുത് എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഹയർ വേജസ് കൊടുക്കണം, ലെസ് എഫിഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ലോവർ വേജസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ടൈലറിന്റെ ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ടെക്നിക്സ് വരുന്ന ടൈലറിനാണ് TT എന്ന് നിങ്ങളോട് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ടെക്നിക്സ്. ഇനി അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമുക്ക് 14ഓളം പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അപ്പം 8 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കാൻ പോകുന്നത്. അപ്പൊ 8 മാത്രം പഠിച്ചാൽ മതി മിസ് എന്ന് ചോദിച്ചാൽ ബാക്കി എന്ത് ചെയ്യാം, മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് അതിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതായത്
എന്താണ് ഓരോ പ്രിൻസിപ്പിൾ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണണം. മിനിമം എന്ത് ചെയ്യുക, ഒരു 8 പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, മാക്സിമം 8 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആവും ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 8? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നോക്കാം. ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക്. എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർക്കും അത് ഡിവൈഡ് ചെയ്ത് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എഫിഷ്യൻസി ഇമ്പ്രൂവ്. എനിക്കിപ്പം അറിയാവുന്ന ഒരു വർക്ക് തന്നെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യും. സോ സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെ, അത് തമ്മിലൊരു ബാലൻസിൽ വേണം. അതോറിറ്റി എന്ന് വെച്ചാൽ കമന്റ് ചെയ്യാനായിട്ടുള്ള അധികാരം നമ്മൾ കൊടുക്കുന്നു. അവർ തന്നെ എന്ത് ചെയ്യണം, ആ പെർഫോമൻസിന്റെ റെസ്പോൺസിബിലിറ്റിയും അവർ തന്നെയായിരിക്കും ഏറ്റെടുക്കേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണാം, അവിടെ ഒബീഡിയൻസ് കാണാം, അവിടെ സിൻസിയറിറ്റി കാണാം. ആ രീതിയിൽ വർക്ക് ചെയ്താലേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി എഫിഷ്യൻസി നമുക്ക് കൊണ്ടുവരാനും പറ്റും. നെക്സ്റ്റ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്ത് ചെയ്യണം, ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ഒരു സൂപ്പർവൈസറിന്റെ കയ്യിൽ നിന്നായിരിക്കണം കമാൻഡ് സ്വീകരിക്കേണ്ടത്. ഓക്കെ, 1 എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി 1 സൂപ്പർവൈസർ. ഒരുപാട് സൂപ്പർവൈസേഴ്സ് വന്ന് അവിടെ കമാൻഡ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതാണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ വരും. അപ്പം ഒരൊറ്റ കമാൻഡ് അവിടെ കാണുള്ളൂ. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ആക്ടിവിറ്റീസ് വിത്ത് സെയിം ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡയറക്റ്റഡ് ബൈ 1 ഹെഡ് വിത്ത് 1 പ്ലാൻ. എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, വിത്ത് സെയിം ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡയറക്റ്റഡ് ബൈ 1 ഹെഡ് 1 പ്ലാൻ. ഓക്കെ, ഒരു ഹെഡിന്റെ കീഴിൽ ഒരു പ്ലാൻ ആയിരിക്കണം. അതായത് ഒരേപോലെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു ഹെഡിന്റെ കീഴിലാവണം വരുന്നത്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റുകൾ മാറ്റി വെച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ഷുഡ് കം ബിഫോർ ദ എന്ത് ചെയ്യണം, പേഴ്സണൽ ഇൻട്രസ്റ്റ്. പേഴ്സണൽ ഇൻട്രസ്റ്റ് മുകളിലായിരിക്കണം ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് വരുന്നത്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എന്ത് ചെയ്യണം, ഫെയർ ആൻഡ് റീസണബിൾ പേ ഷുഡ് ബി ഗീവൻ. അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫെയർ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. നെക്സ്റ്റ് ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അവിടെ എന്താ വരുന്നത്, അതായത് ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് ലെവൽ മാനേജ്മെന്റും അതുപോലെ ബാക്കി മാനേജ്മെന്റും തമ്മിൽ എന്ത് ചെയ്യണം, അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ വേണം. ഓക്കെ, എന്ത് ചെയ്യണം, അതായത് സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്, ടോപ്പ് ലെവൽ എടുക്കുക. ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബോട്ടം ലെവൽ മാനേജ്മെന്റും തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം കൊടുക്കണം, അവർക്കും അധികാരം കൊടുക്കണം. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒരു 8 പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആണ്. എസ്സേക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡിസ്ക്രൈബ് വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. ഓക്കെ, പല വർഷങ്ങളിൽ 2021-22 എല്ലാം റിപ്പീറ്റ് ആയി ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ പ്ലാൻ സമയത്ത് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ നമ്മൾ ഫ്യൂച്ചറിൽ ഈ ഒരു പ്ലാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാം, ഓക്കെ, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കാം, ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്യണം. മേക്കിംഗ് അസംഷൻ അബൌട്ട് ഫ്യൂച്ചർ കണ്ടീഷൻസിനെ കുറിച്ച് അസംഷൻസ് കൊണ്ടുവരണം. നെക്സ്റ്റ് ആണ് എന്താ ചെയ്യുന്നത്, ഐഡന്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ്. അവിടെ എന്താ ചെയ്യുന്നത്, ലിസ്റ്റിംഗ് പോസിബിൾ കോഴ്സസ് ഓഫ് ആക്ഷൻ. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് എന്നൊരു കാര്യം അല്ലെ. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാനും കൊണ്ടുവന്നിട്ട് വേറെ ഏതെല്ലാം രീതിയിലും കൂടെ ഇത് ചെയ്യാം എന്നുള്ള എല്ലാ ഓൾട്ടർനേറ്റീവ്സും നമ്മളവിടെ സജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ സജസ്റ്റ് ചെയ്ത ഓരോ പ്ലാനും അവിടെ ഇവാലുവേറ്റ് ചെയ്യണം. ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്ത്, നെഗറ്റീവ് സൈഡ് അല്ലെ, പോസിറ്റീവ് സൈഡും അതിന്റെ കോൺസിക്വൻസും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കമ്പാരിസൺ നടത്തും. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ചൂസിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ സെലക്ടിങ് ദ മോസ്റ്റ് ഫീസിബിൾ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, പുട്ടിംഗ് ദ ചൂസിങ് പ്ലാൻ ഇൻ ടു ആക്ഷൻ, നമ്മൾ ആ ആക്ഷനിലോട്ട് ആ പ്ലാൻ കൊണ്ടുവരുന്നു. നെക്സ്റ്റ് വൺ ഫോളോ അപ്പ് ആക്ഷൻ. അവിടെ എന്താ ചെയ്യുന്നത്, മോണിറ്ററിംഗ് ആൻഡ് റിവ്യൂയിങ് ദ പ്ലാൻ ടു എൻഷുർ ദ സക്സസ്. ആ പ്ലാന്റെ സക്സസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ ഫോളോ അപ്പ് നടത്തും. ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പോയാൽ പോരാ, പ്രോപ്പർ ആയിട്ട് ആ പ്ലാൻ നടക്കുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി നമ്മളോട് ശ്രദ്ധിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, develop premises, identifying the alternative, evaluating the alternative, choosing the best one, implementing the plan, and then follow up action. Okay, fine. Next question, okay, state the planning functions of management, briefly explain its features. Okay, planning function of management ഏതൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒന്നാവാൻ ചോദിക്കുന്നത്, അപ്പൊ 2 കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതായത് നമുക്കൊരു ലക്ഷ്യം വേണം, എന്നാലേ പ്ലാൻ ചെയ്യാൻ പറ്റും, വെറുതെ പ്ലാൻ ചെയ്യാൻ പറ്റും, നമുക്കൊരു ലക്ഷ്യം വേണം.
പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. ഓക്കെ, മറ്റ് ഫംഗ്ഷനെ പോലെയുള്ള ഓൾ അതർ ഫംഗ്ഷൻസ് ഡിപ്പെൻഡ് അപ്പോൺ. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. പ്ലാനിങ് ഈസ് പ്രിവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാനിങ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ലെവലിലും ആവശ്യമാണ്. ഓക്കെ, ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, ബോട്ടം ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ലെവൽസിലും പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ് ഇസ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഒരു പ്ലാൻ കഴിഞ്ഞു, ഓക്കെ ഈ വർഷത്തെ പരിപാടി അങ്ങനെയാണോ? അല്ല, ഒരു പ്ലാൻ വന്നു, അത് നമ്മൾ നടത്തി, അതിനുശേഷം അടുത്ത പ്ലാൻ, പുതിയ പ്ലാൻ കൊണ്ടുവരുന്നു, അത് നടത്തുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബെസ്റ്റ് ഡിസിഷൻസ് നമ്മൾ അവിടെ എടുക്കുക ചെയ്യുന്നത്. പ്ലാനിങ് ഇൻവോൾവ്സ് ദ ഡിസിഷൻ മേക്കിംഗ്, ചൂസിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം മെനി ഓപ്ഷൻസ്. അല്ലെ, പല ഓപ്ഷൻസ് കാണും, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അവിടെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചൂസിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ക്ലിയർ ആയോ? ഓക്കെ, സോ പ്ലാനിങ് ഇൻവോൾവ്സ്. അപ്പം ഈ പറയുന്ന രീതിയിലാണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്സ് ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അതിൽ നിന്ന് കൂടുതൽ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഫോർമൽ ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, ഫോർമൽ ആയ രീതിയിലാണ് അവിടെ കോൺവെർസേഷൻസ് വരുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ജസ്റ്റ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, അത് ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ സെയിം വൈബിൾ ആളുകൾ ഒരുമിച്ച് വരും, അവർ സംസാരിക്കുന്നത്. അതാണ് ഇൻഫോർമൽ. ഫോർമൽ എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അങ്ങനെ എന്ത് ചെയ്യുന്നതാണ് ഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രൂപ്പ്സ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇറ്റ്സ് ഫോർമൽ. അതേസമയം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പാണ്, അതാണ് ഇൻഫോർമൽ. ഈ രണ്ട് കാര്യം മനസ്സിൽ വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇതിന് ഡിഫറൻസ് നോക്കിയേ. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ വെച്ച് എറൈസ് ചെയ്യുക, അല്ലെ, സ്കൂളിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വെച്ച് പ്രിൻസിപ്പളിനെ ബഹുമാനിക്കണം, ടീച്ചറെ ബഹുമാനിക്കണം, അങ്ങനെ. ഇൻഫോർമൽ എന്ന് വെച്ചാൽ നമ്മുടെ വൈബിൾ ആളുകൾ നമ്മൾ ഒരുമിച്ച് വരും. അപ്പൊ ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തേക്കുന്നത്. ഇനി അതോറിറ്റിയിലോട്ട് വരുമ്പോഴോ എറൈസ് ബൈ വിർച്വസ് ഓഫ് പൊസിഷൻസ് ഇൻ മാനേജർ. അതായത് ആ മാനേജ്മെന്റിലെ ആളുകളുടെ പൊസിഷൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്ത ഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇൻഫോർമലിലോട്ട് വരുന്ന സമയത്ത് എറൈസ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്വാളിറ്റീസ്, അല്ലെ, വ്യക്തിപരമായ താല്പര്യങ്ങൾ, ക്വാളിറ്റീസ് വെച്ചിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തേക്കുന്നത്. ബിഹേവിയർ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ റൂൾസ്. എന്ത് ചെയ്യുന്നുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബിഹേവിയർ പാറ്റേണോ കാര്യങ്ങളോ ഒന്നും ഫോം ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ത്രൂ സ്കെയിലർ ചെയിൻ. സ്കെയിലർ ചെയിനിലൂടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അതോറിറ്റി അതിന് താഴെ, അതായത് ആ സ്കെയിലർ ചെയിൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള ടോക്സ് ആണ് വരുന്നത്. അവിടെ സ്കെയിലർ ചെയിൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നേച്ചർ കുറച്ച് റിജിഡ് ആണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സംസാരിക്കാം, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലീഡർഷിപ്പ്, ഇവിടെ ലീഡേഴ്സ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ മേ നോട്ട് ബി അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നമ്മൾ ലീഡറായിട്ടൊന്നും നോക്കില്ല, എല്ലാവർക്കും അവിടെ ഈക്വൽ വോയിസ് ആണുള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് മുമ്പത്തെ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ ബാക്കി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 8 മാർക്കിന്റെ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ആൻസേഴ്സും നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ മറക്കേണ്ട, കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ ലൈവില് മാരത്തോൺ ലൈവില് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എക്സാം നമുക്ക് ഉഷാറാക്കാം, അടിപൊളിയാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.